ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കൊപ്പം ശ്രീ എ കെ ആൻ്റണി. കേരളത്തിൽ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയ താരപ്രചാരകൻ. ദേശീയ തലത്തിൽ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ മുഖമായി കോൺഗ്രസ്സിന് എന്നും ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ആൾ. ഞാൻ സത്യമേ പറയാറുള്ളൂ, ചിലപ്പോഴൊക്കെ ഞാൻ മൗനം പാലിക്കും. എ കെ ആൻ്റണി വർഷങ്ങൾക്ക് മുമ്പേ ഈ നയം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് സത്യം മാത്രം പറയാനുള്ള നിർബന്ധ ബുദ്ധിയായും ചില കാര്യങ്ങൾ പറയാതിരിക്കാനുള്ള അടവ് നയമായും ഒക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഈ അഭിമുഖത്തിൽ അദ്ദേഹം എല്ലാ മൗനവും ഭഞ്ജിച്ച് സത്യങ്ങൾ പറയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ശ്രീ ആൻ്റണി, ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ പ്രചാരകനായും സ്ഥാനാർത്ഥിയായും ഒക്കെ കടന്നുപോയി. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം ആദ്യമായിട്ടാണോ ഇങ്ങനെ ഈ കളത്തിലിറങ്ങാതെ കരയ്ക്കിരുന്ന് കളി കാണുന്നത്? ഇല്ല, ഞാൻ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഇതുപോലെ തന്നെയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കേരളം മുഴുവൻ ഞാൻ പോയി. പക്ഷേ 2 കോവിഡ് എനിക്ക് വന്നു. ആദ്യത്തെ കോവിഡ് വന്ന് ഞാൻ 16 ദിവസം ആണ്ടേരി ഷൂട്ടിലായിരുന്നു. രണ്ടാമത് പോന്നു. അതിൻ്റെ സൈഡ് എഫക്റ്റിൻ്റെ പരമായിട്ട് എനിക്ക് നടക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്നുള്ള തിരഞ്ഞെടുപ്പ് അല്ലാതെ പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ പുറത്താ പോയ 2 അവസരത്തിലാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനും പുതുപ്പള്ളി ഇലക്ഷൻ മാത്രം. വേറെ ഒരിടത്ത് 2 വർഷമായിട്ട് ഞാൻ പോകും. അപ്പോൾ ഈ ഇലക്ഷനും ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അംഗത്തിൽ തട്ടിലിറക്കാനുള്ള കഴിയാതെ വരുന്നൊരു ദുഃഖമുണ്ട്. ഈ 2014-ലും 2019-ലും കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. 44 സീറ്റ്, പിന്നെ 52 സീറ്റ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി. 10% അംഗസംഖ്യ ഇല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നഷ്ടപ്പെട്ടു. ഇത്തവണയാണെങ്കിൽ BJP ഒറ്റയ്ക്ക് 370 സീറ്റ് നേടും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുള്ളത്. കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഇതിലൊരിക്കലും വർഗീയതയുടെ ആ താപനില ദീർഘകാലം ഉയർന്നു നിൽക്കാൻ ആർക്കും സാധ്യമല്ല. കുറെ കഴിഞ്ഞ് തണുക്കും. കഴിഞ്ഞ 10 വർഷം BJPക്ക് സമുദായ ധ്രുവീകരണത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഈ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം പോലും അതിൻ്റെ ആ വർഗീയതയുടെ ടെമ്പറേച്ചർ, താപനില പഴയപടി നിലനിർത്താൻ അവർക്ക് കഴിയുന്നില്ല. വലിയ നമ്പരൊക്കെയാണെങ്കിൽ പറഞ്ഞെങ്കിലും ഇപ്പോഴവർ താഴോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് തന്നെ ആത്മവിശ്വാസം കുറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ടയേർഡ് മാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ക്ഷീണം തട്ടി തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞ സീറ്റ് മത്സരിക്കുന്നതോടെയാണ്. അതിന് 300ഓളം സീറ്റ് മാത്രമേ മത്സരിക്കത്തുള്ളൂ. പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് BJPയുടെ നയങ്ങളിൽ ഇറക്കുന്ന പാർട്ടികളെല്ലാം ഒരു ഒടുക്കിൽ കൊണ്ടാൻ കോൺഗ്രസ്സാണ് മുൻകെടുത്തത്. 28 പാർട്ടികളെ ഇത്തവണ ഒരു കൊടുക്കൽ കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. ആ 28 പാർട്ടികളും കൂടെ ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ BJP കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വോട്ടർമാർ ഈ പാർട്ടി കിട്ടാൻ പോവാണ്. ഇത്തവണ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിക്ക് ബഹുഭൂരിപക്ഷ സീറ്റ് കിട്ടാൻ പോവാണ്. പക്ഷെ അതിൽ ഏതാണ് യഥാർത്ഥ ശിവസേന, ഏതാണ് യഥാർത്ഥ NCP എന്നൊക്കെ തെളിയണം. ഇല്ല, ശിവസേന എന്ന് പറഞ്ഞാൽ ശിവസേനയുടെ അവരെ പിന്താങ്ങുന്ന ജനങ്ങളുടെ വികാരപരമായ പിന്തുണ ഉദ്ധവ് താക്കറെയൊക്കെയാണ്. NCPയുടെ അണികൾ അവർ ശരത് പവാറിൻ്റെ കൂടെയാണ്. ആ കൂടെ കോൺഗ്രസും. മഹാരാഷ്ട്ര BJP ആകുമ്പോൾ അവരുടെ കൂടെ എത്തിയിരിക്കുകയാണ്. തെലങ്കാന ഏതാണ്ട് ഭൂരിപക്ഷം സീറ്റുകളും കോൺഗ്രസ് കിട്ടാൻ പോവാണ്. അതുപോലെ ഇന്ത്യ ഒട്ടുക്ക് നോക്കാം. ബീഹാറിലെ സഖ്യം വന്നതിന് ശേഷം ബീഹാർ നല്ല ഓരോ ദിവസവും വിജയക്കുതിപ്പിലേക്ക് പോവുകയാണ് ബീഹാറിലെ മുന്നണി. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇന്ത്യ മുന്നണിയുടെ വിജയസാധ്യത ഓരോ ദിവസവും കൂടി വരികയാണ്. അതായത് ഈ മാർച്ച് 30-ന് ദില്ലിയിലെ രാംലീല മൈതാനത്തിലെ റാലിക്ക് ശേഷം റാലി ഒരു ആൾക്കൂട്ടമാണ്. പക്ഷേ 28 പാർട്ടികളെ യോജിപ്പിക്കാൻ കഴിഞ്ഞതോടുകൂടി
കോൺഗ്രസ് ഇത്രയേറെ വിട്ടുവീഴ്ച ചെയ്ത് ആരും വിചാരിച്ചിട്ടില്ല. കോൺഗ്രസ് എപ്പോഴും സീറ്റുകളുടെ കാര്യത്തിൽ കണ്ടുപിടുത്തം പിടിക്കാറുണ്ട്. പക്ഷേ ബംഗാളിൽ അധിരഞ്ജൻ ചൗധരിയുടെ മമതയുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. അവിടെ കോൺഗ്രസുമായിട്ട് ഇതിന് തയ്യാറാണ്, പക്ഷേ ഇടത് വേണ്ട. അതിൽ ആ വാശി കോൺഗ്രസ് അംഗീകരിച്ചല്ലോ. പക്ഷേ കോൺഗ്രസിനറിയാം ഇതൊക്കെ ആയാലും ഇലക്ഷൻ കഴിഞ്ഞാൽ മമതയും ഞങ്ങളുടെ ആയിരിക്കും. 28 പാർട്ടികൾ ചോദിച്ചപ്പോൾ വോട്ട് സംഖ്യ BJPക്ക് എതിരായിട്ട് വളരെ കൂടി. അതുകൊണ്ട് ഇന്നത്തെ ഈ നിലയിൽ ട്രെൻഡ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവസാന ഫലം ആകെപ്പാടെ ഞങ്ങൾക്കൊരു പ്രശ്നമുള്ളത് കോൺഗ്രസിനെ സാമ്പത്തികമായിട്ട് ഏറ്റവും പ്രയാസപ്പെടുകയാണ്. ആ ഒരു കുറവൊഴിച്ചാൽ ജനപിന്തുണ കൂടി വരികയാണ്. ഈ കോൺഗ്രസ് എത്ര കാലവും രാജ്യം ഭരിച്ചു, UPA 2014 വരെ ഭരിച്ചു, എന്നിട്ട് പണമില്ലെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും? പണം അങ്ങനെ സ്ഥിരമായിട്ട് ആരിക്കൂട്ടുകയല്ലോ, ഓരോ ഇലക്ഷൻ വരുമ്പോൾ പണം ഉണ്ടാക്കുകയല്ലേ. കുറച്ച് പണം ഉണ്ടായിരുന്നവർ കൊണ്ടുപോയി, ED ഇൻകം ടാക്സ് കൊണ്ടുപോയി കഴിഞ്ഞു. ഈ ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതായത് കോൺഗ്രസിനും ക്ഷീണമാണ്? ഇല്ല, ക്ഷീണമല്ല. ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതായ ക്ഷീണം BJPക്കാണ്. കാരണം അവർക്ക് കള്ളപ്പണം ബോണ്ടിൻ്റെ പേരിൽ സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സാധിക്കാവുന്നതുണ്ട്. BJPക്ക് അതിനേറ്റവും അടിയുണ്ട്. 2,000 കോടി കോൺഗ്രസ് കോടിയൊന്നും കിട്ടിയിട്ടില്ല, അത്രയും കിട്ടിയിട്ടില്ല. പക്ഷേ മറ്റ് BJP കഴിഞ്ഞാൽ TMC, അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം ബോധ്യം വന്നിട്ടുണ്ട്, ഇനി ഒരു ഭരണം മൂന്നാമതൊരിക്കൽ കൂടി BJP നരേന്ദ്രമോദി RSS പിന്നിൽ നിന്ന് ചരട് വിളിക്കുന്ന ഒരു ഗവൺമെൻറ് വന്നാൽ ഇന്നത്തെ ഇന്ത്യ അതോടുകൂടി അസ്തമിക്കും. ഇന്നത്തെ ഇന്ത്യയുടെ മരണമണിയായിരിക്കും. വൈവിധ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും പൗരാവകാശമുണ്ട്, തുല്യതയുണ്ട്. നിയമത്തിനോ എല്ലാവർക്കും തുല്യതയാണ്. അതിൻ്റെ കൂടെ ന്യൂനപക്ഷാവകാശങ്ങളുണ്ട്. RSS ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട്. അവർ ഈ ഭരണഘടന അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ തന്നെ അവർ അണിയറയിൽ ഭരണഘടന അലകും പിടിയും മാറാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഒരിക്കൽ കൂടി അവർ വന്നാൽ കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി അംബേദ്കർ തയ്യാറാക്കിയ ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ഘടകങ്ങൾ അവർ പൊളിച്ചിടും. അതോടുകൂടി ഇന്ത്യ അല്ലാതായി മാറും. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ വോട്ട് ശതമാനം എടുത്താൽ NDAക്ക് 45% വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി 55% BJP NDA ഇതര കക്ഷികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അതൊരു കണക്ക് മാത്രമാണ്. രാഷ്ട്രീയത്തിൽ ഈ 45-55 എന്നത് 272 എന്ന സംഖ്യയിലേക്ക് എത്തിക്കുന്ന ഒരു കണക്കായിട്ട് മാറും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ BJPയുടെ വോട്ടും സീറ്റും കുറയുമെന്ന് അവർക്ക് തന്നെ അറിയാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം മധ്യപ്രദേശിൽ കോൺഗ്രസിന് ഒരു സീറ്റാണ് കിട്ടിയത്. ഇത്തവണ കോൺഗ്രസ് സീറ്റ് തീർച്ചയായും വർദ്ധിക്കും. രാജസ്ഥാനിൽ വർദ്ധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും കിട്ടിയില്ല. പാർലമെൻറ്റ് ഇലക്ഷൻ അങ്ങനെയല്ലേ വരാൻ പോകുന്നത്. രാജസ്ഥാനിൽ അങ്ങനെയല്ലേ വരാൻ പോകുന്നത്. ബീഹാറിൽ അങ്ങനെയല്ലേ വരാൻ പോകുന്നത്. മഹാരാഷ്ട്ര അങ്ങനെയല്ല വരാൻ പോകുന്നത്. തെലങ്കാന അങ്ങനെയല്ല വരാൻ പോകുന്നത്. ആകെ ആന്ധ്ര മാത്രമാണ് തെക്കേ ഇന്ത്യയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ആര് ജയിക്കുന്നുണ്ട്. ബാക്കി തെക്കേ ഇന്ത്യ ക്ലീൻ സ്വീപ്പാണ്. മഹാരാഷ്ട്ര, ബീഹാർ. നിതീഷ് കുമാർ അപ്പുറത്ത് പോയിട്ടും ബീഹാറിൽ സാധ്യതയുണ്ട്. നിതീഷ് കുമാറിൻ്റെ വിശ്വാസ്യത പോയി. എത്ര പ്രാവശ്യം ഇങ്ങോട്ടും മാറി. 2014-ലും 2019-ലും ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം റിപ്പോർട്ട് ചെയ്യുന്നതിന് വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു. അന്നും ഇതുപോലുള്ള ചർച്ച നടത്തിയപ്പോൾ ഇതേ ആത്മവിശ്വാസമാണ് ശ്രീ AK ആന്റണി പ്രകടിപ്പിച്ചത്. പക്ഷേ ഫലം വന്നപ്പോൾ ഇപ്പോൾ BJPയും കോൺഗ്രസും നേരിട്ട് മത്സരിച്ച 200 മണ്ഡലങ്ങളുടെ കണക്ക് 2019-ലേക്ക് എടുത്താൽ അതിൽ 90% സീറ്റിലും BJPയാണ് ജയിച്ചത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കണക്കുകളും രാഷ്ട്രീയ സാഹചര്യവും അനുകൂലമാണോ? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ കർണാടകമാണോ? പഴയ തെലങ്കാനയാണോ? പഴയ മഹാരാഷ്ട്രയാണോ? പഴയ ബീഹാറാണോ? മാറ്റം വന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ള കാര്യമല്ലേ. മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊന്നും ഇപ്പോഴും ഔദ്യോഗികമായിട്ട് ലീഡർ അംഗീകരിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നമ്മൾ പ്രഖ്യാപിച്ചിട്ടേ ഇല്ല. പക്ഷേ അനൗപചാരികമായി ഒരു കാര്യം കാണുന്നുണ്ട്. ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല, BJPയെ എങ്ങനെയെങ്കിലും താഴെക്കിടന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും രാഹുൽ ഗാന്ധിയിലാണ് പ്രതീക്ഷ. അദ്ദേഹത്തിൻ്റെ 20 കേസുകളാണ് 8 സംസ്ഥാനങ്ങളുണ്ടായത്. പക്ഷേ രാഹുൽ ഗാന്ധി UPയിൽ അമേഠിയിൽ പോലും മത്സരിക്കാൻ തയ്യാറല്ല. ഇന്ന് രാഹുൽ ഗാന്ധി വയനാടിൻ്റെ ഭാഗമാണ്.
അങ്ങനെയുള്ളപ്പോൾ ഇനി വയനാട് ഉപേക്ഷിച്ച് പോകുന്നത് ശരിയാണോ? പക്ഷേ എ കെ ആന്റണി ആണ് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നതെങ്കിൽ സാങ്കല്പികമായ ചോദ്യമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ മതി, അമേഠിയിൽ മത്സരിക്കേണ്ടത് അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഉൾപ്പെടുന്നില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവും ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് മത്സരിക്കുന്നില്ല. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോയി, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാമോ വേണ്ടയോ എന്നുള്ള സംശയമാണെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ആകെ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന റോബർട്ട് വാദ്ര മാത്രമാണ്. അല്ല, നിങ്ങളേതായാലും അമേഠിയിലെയും റായ്ബറേലിയിലെയും കോൺഗ്രസിന് തീരുമാനം കാത്തിരിക്കും. ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാളുണ്ടാവും. ഒരാളുണ്ടാവും തീർച്ചയായും. കാരണം ഗാന്ധി കുടുംബത്തെ വിശ്വസിക്കുന്ന പോലെ ഇന്ത്യയിലെ മതേതര ശക്തികൾ മറ്റാരെയും വിശ്വസിക്കുന്നില്ല. അത് പ്രിയങ്കയാവാനല്ലേ സാധ്യത? ഒരാളുണ്ടെന്ന് ഞാൻ പറയുന്നു. മറ്റേ ഞാൻ പറയാൻ അധികാരമുള്ള ആളല്ല. കോൺഗ്രസിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ UP-യിൽ മത്സരിക്കും. അതിന് റോബർട്ട് വാദ്രയാണോ, രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ? ഈ റോബർട്ട് വാദ്ര എന്താണ് സ്വയം സ്ഥാനാർത്ഥിത്വം? എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം ഗാന്ധി കുടുംബം ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഞാനതിന് ഒരു മറുപടി പറയുന്നത് ശരിയല്ല. ഏതായാലും BJP-യുടെ ഗ്രാഫ് താഴോട്ടാണ് പോകുന്നു. അവർ പറയുന്ന നമ്പർ ഒന്നും ഒരിക്കലും എത്താൻ പോകുന്നില്ല. ഈ 370-400 ഒക്കെ സ്വപ്നമാണ്. അത് സ്വപ്നമാണ്, ദിവാസ്വപ്നമാണ്. മലർപ്പടിക്കാരുടെ സ്വപ്നം പോലെയാണ്. ഒരിടത്തും അതിൻ്റെ 4 അയലൊക്കെ എത്താൻ പോകുന്നു. BJP-യുടെ സുവർണകാലം കഴിഞ്ഞു. ഈ രാമക്ഷേത്രം അതിനൊരു സഹായം ചെയ്തില്ലെന്നാണ്. രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ വേളയിൽ വലിയ ആരോപണം ഉണ്ടായി. ഇപ്പോൾ അതിൽ പോയില്ലേ? രാമക്ഷേത്രം പണിയുന്നതിന് കോൺഗ്രസ് അനുകൂലമാണ്. പള്ളി പൊളിച്ച് തെറ്റാണ്. പക്ഷെ അതിനുശേഷം ഉണ്ടായ സാഹചര്യത്തിൽ പരിഹാരം ഒന്നുകിൽ തർക്കകക്ഷികൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ സുപ്രീം കോടതി തീരുമാനിക്കണം. സുപ്രീം കോടതി തീരുമാനം വന്ന അന്ന് തന്നെ കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്തു. ഇല്ല, മതന്യൂനപക്ഷങ്ങൾ എതിരല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഉദ്ഘാടനത്തിന് പോകാതിരുന്നത്? കാരണം പ്രാണപ്രതിഷ്ഠ നടത്തിയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല, ഒരു വലിയ പുരോഗതി നടത്തുന്നവരാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് പോകാതിരുന്നത്. ഇപ്പോൾ ധാരാളം കോൺഗ്രസ്സുകാരുടെ പോകുന്നുണ്ടല്ലോ. സോണിയും രാഹുലും ഒക്കെ പോകുമോ? അവരുടെ സൗകര്യം പോലെ പോകും. ആര് പോകുന്നതിനെ എതിർക്കുന്നില്ല. നേരത്തെ ശ്രീ ആന്റണി തന്നെ പറഞ്ഞിരുന്നു, കുറിയിട്ട ആളുകളെ ഒഴിച്ചു നിർത്തേണ്ടതല്ല കോൺഗ്രസ്. ആ ഒരു നിലപാടിൻ്റെ കൂടി ഭാഗമായിട്ടാണോ പറയുന്നത്? രാമക്ഷേത്രത്തിനോ ആ വിശ്വാസത്തിനോ എതിരായി കോൺഗ്രസ് നിൽക്കുന്നത് ഗുണം ചെയ്യില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. രാമക്ഷേത്രത്തിനല്ലോ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾ ഹിന്ദുക്കളല്ലേ. ഇവിടെ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും അവരുടെ വിശ്വാസം നിലനിർത്താൻ കഴിയുന്നത് പോലെ തന്നെ ഹിന്ദുക്കൾക്ക് അവരുടെ ആരാധനകളിൽ പോകാൻ അവകാശമില്ലേ? കോൺഗ്രസ് നേതാക്കൾ ഒരുപാട് ആളുകൾ BJP-യിലേക്ക് പോകുന്നു, ഇനിയും പോകുമെന്ന് പറയുന്നു. ഒരു കാലത്ത് EMS, AKG അവരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നില്ലേ? അവരൊക്കെ പോയി, കോൺഗ്രസ് ക്ഷണിച്ചു. ജയപ്രകാശ് നാരായണൻ പോയി, കോൺഗ്രസ് ക്ഷണിച്ചു. രാജാജി പോയി, കോൺഗ്രസ് ക്ഷണിച്ചു. ആളുകൾ പോയൊരു കാര്യമില്ല. പക്ഷെ ആ സ്ഥാനത്ത് പുതിയ ആൾക്കാർ വരും. പക്ഷെ കേരളത്തിൽ പുതിയ ആളുകളൊന്നും വരുന്നത് കാണുന്നില്ല. ധാരാളം വരുന്നുണ്ട്. വടകരയിലോട്ട് ചെന്ന് നോക്ക്. വടകരയിലൊരു ചെറുപ്പക്കാരുടെ ഒരു വല്ലാത്തൊരു മുന്നേറ്റം കാണുകയാണ്. ഷാഫി പറമ്പിൽ ചെന്നതിന് ശേഷം വടകരയിൽ കാണുന്ന ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു റിസർജൻസ് അതിശയകരമായ രീതിയിലാണ്. ഈ വയനാട് ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് വടകര മാറിയത്. ഭൂരിപക്ഷം വടകര ജയിക്കും. ഈ തിരുവനന്തപുരം, തൃശ്ശൂരും ഒക്കെ BJP പ്രതീക്ഷ അർപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. BJP-യുടെ നല്ല കാലം കഴിഞ്ഞു. അവരുടെ ഗോൾഡൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ശബരിമല യുവതി പ്രവേശന കാലഘട്ടം, സ്ത്രീ പ്രവേശനം. അതൊരു വികാരപരമായ പ്രശ്നമായിരുന്നു. പിണറായി ഗവൺമെൻറ് അത് ഒരു വലിയ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ കാണിച്ചു. അവരന്ന് സവർണാഭരണ വ്യത്യാസം ഉണ്ടാക്കി. അതുപോലെ തന്നെ നവോത്ഥാന മുന്നണി ഉണ്ടാക്കി ഒരു വാശി കാണിച്ചു. അപ്പോൾ വികാരപരമായി ഒരു മുന്നേറ്റം ഉണ്ടായി, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ. ആ മുന്നേറ്റത്തിൻ്റെ ഫലമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ BJP-ക്ക് കേരളത്തിലെ എല്ലാ പാർലമെൻറ്റ് ഇലക്ഷനും റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടി. പക്ഷേ തിരുവനന്തപുരത്താണെങ്കിൽ കൂടുതൽ കിട്ടിയത് 14-ലാണ്. 14-17 കേരളം ഒട്ടാകെ ഇത്തവണ ഞാൻ തീർത്തു പറയുന്നു, BJP എല്ലാ സീറ്റിലും 20 സീറ്റിലും BJP 3-ാം സ്ഥാനത്തായിരിക്കും. 20 സീറ്റിലും 3-ാം സ്ഥാനത്തായിരിക്കും. ഈ സ്ത്രീകൾക്ക് കൂടുതൽ സംവരണം കൊടുക്കണം, അല്ലെങ്കിൽ സീറ്റുകൾ കൊടുക്കണം എന്നത് പൊതുവെ ഉയർന്നൊരു വികാരമാണ്. അത്തരം ഒരു ബില്ലും പാർലമെൻറ്റിൽ പാസ്സായി. പക്ഷേ കോൺഗ്രസിൻ്റെ പട്ടിക എടുത്താൽ ഒരേ ഒരു
സ്ത്രീ മാത്രമാണ് ഉള്ളത്. കോൺഗ്രസ്സിന് വനിതാ പ്രാതിനിധ്യം കുറവാണ്, ഞങ്ങളുടെ ഒരു വീഴ്ചയാണ്. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ 2026 കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ലിസ്റ്റിൽ ഗണ്യമായ വിഭാഗം സ്ത്രീകളുണ്ടാവും. മൂന്നിലതുണ്ടാവും, ഗണ്യമായ വിഭാഗം ഉണ്ടാവും തീർച്ചയാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് സ്വയം വിരമിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ ശേഷവും ഈ പ്രവർത്തക സമിതിയിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചതെന്തുകൊണ്ട്? ദേശീയ രാഷ്ട്രീയത്തിൽ ഞാൻ നിർബന്ധിച്ചില്ല, യാത്ര പറഞ്ഞു പോകുന്നതാണ്. രാജ്യസഭയിൽ നിന്ന് എന്നോട് പോകാൻ പറഞ്ഞതല്ല, ഞാനില്ലെന്ന് പ്രഖ്യാപിച്ചതാണ്. അത് കഴിഞ്ഞിട്ടും അവർ വർക്കിംഗ് കമ്മിറ്റിയിൽ എന്നെ നിർബന്ധമായി തുടരണമെന്ന് പറഞ്ഞു. തുടരണമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നത് അത് ധിക്കാരമാണ്. എന്ന് വർക്കിംഗ് കമ്മിറ്റിയിൽ തന്നെ ഒഴിവാക്കിയാലും ഞാൻ സന്തോഷമാണ്, എനിക്ക് വിരോധമില്ല. അതൊരു പുതുമുഖത്തിലല്ലേ യുവാക്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്ഥാനം ഒഴിയുന്നു പ്രഖ്യാപിച്ചതാണ് ഞാൻ. അതിനേക്കാൾ വലിയ ഒഴിയുന്നു പ്രഖ്യാപിച്ചതാണ്. അങ്ങനെയാണ് രാജ്യസഭയിൽ ഇല്ലെന്ന് പറഞ്ഞത്. രാജ്യസഭയിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കാലത്ത് ഏഷ്യാനെറ്റിനോടാണ് ആദ്യം പറഞ്ഞത്, സിന്ധുവിനോട് ഞാൻ പറഞ്ഞത്, ഞാനിനി പാർലമെൻ്റ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്ന ആദ്യം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കാലത്ത് പറഞ്ഞത് ഏഷ്യാനെറ്റിനോടാണ്, സിന്ധു പറഞ്ഞുകൊണ്ട്. ശ്രീ കെ ആന്റണിയെ പല ഘട്ടങ്ങളിലും അടുത്തു നിന്ന് കാണാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് തന്നെ വളരെ ദുഃഖത്തോടെ ഓർക്കാൻ കഴിയുന്ന ഒരു രംഗം, ഒരു വർഷം മുമ്പ് ഇതേ KPCC ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് ശ്രീ കെ ആന്റണി ഇനി എനിക്ക് അധികകാലം ജീവിക്കണമെന്ന് തന്നെ ഇല്ല എന്ന മട്ടിലൊരു പ്രസ്താവന നടത്തുന്നു. അത് മകൻ്റെ BJP പ്രവേശത്തോട്. മരണം നമ്മൾ നിശ്ചയിച്ചാൽ മരിക്കാൻ പറ്റത്തില്ല, പക്ഷെ ദീർഘായുസിൽ ഞാൻ ആവശ്യം കൊടുത്താണ്. കാരണം ജീവിതം മുന്നോട്ട് പോകുന്നവരും രോഗപീഠകൾ കൂടിക്കൊണ്ടേയിരിക്കും. എൻ്റെ ആഗ്രഹം കിടക്കാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ പോകണമെന്നുള്ളതാണ്. 54 വയസ്സായിട്ടില്ല, അതുകൊണ്ടല്ല ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ പോകണമെന്നുള്ളത്. അതായത് ഇതിനുള്ള ദീർഘായുസിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല, ആവശ്യമില്ല. അത്രയ്ക്ക് ജീവിതത്തിൽ സങ്കടം തോന്നിയ നിമിഷമാണോ അത്? അതുകൊണ്ടല്ല, അവൻ ആ പ്രശ്നത്തിലല്ല. അതിനു മുമ്പ് തന്നെ ദീർഘായുസ് എനിക്ക് പലരും ആശംസിക്കുന്നു. എന്നെ ശപിക്കല്ലേ, അവർ പറയും എന്നെ ശപിക്കല്ലേ, ദീർഘായുസല്ല ആരോഗ്യം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ് ആശംസിക്കുന്ന എല്ലാവരും ഞാൻ പറയാറ്. മകൻ്റെ രാഷ്ട്രീയ പ്രവേശം എന്നത് ശ്രീ കെ ആന്റണിയുടെ 10-70 വർഷത്തിലേറെ നീളുന്ന രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വ്യക്തിപരമായ. ഞാൻ മക്കളെ ഒരിക്കലും രാഷ്ട്രീയത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, മക്കൾക്ക് വേണ്ടി ആരോടും സംസാരിച്ചിട്ടില്ല. എനിക്ക് കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ. പക്ഷേ ഈ മക്കളെയൊക്കെ പ്രകോപിപ്പിക്കുന്നു അതായിരിക്കും, മക്കൾക്ക് വേണ്ടി ഒരിടത്ത് സംസാരിക്കില്ല. എൻ്റെ കാഴ്ചപ്പാടാണ്, കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ. ഇപ്പോൾ മകനാണെങ്കിലും ചെറിയ പദവികളിലൊക്കെ എത്തിയത് മറ്റ് ആളുകളുടെ സ്വാധീനത്തിലായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവരെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ. അവർ തന്നെ കൂടുതൽ പദവി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും ഡൽഹിയിൽ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, നിങ്ങളത് ചെയ്യരുതും, അത് ചെയ്താൽ ഞാൻ പരസ്യമായിട്ട് തീർക്കുന്നു. ശ്രീ കെ ആന്റണി ജീവിതാവസാനം വരെ കോൺഗ്രസ്സുകാരനായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. തീർച്ചയായും അത്തരം രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വെറും പേരല്ല, കോൺഗ്രസ് ആദർശങ്ങളിൽ കൂറുള്ള ഒരു കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ മതവിശ്വാസിയല്ല, കോൺഗ്രസ്സാണ് എൻ്റെ മതം. അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഈ മകൻ മത്സരിക്കുന്ന മണ്ഡലത്തിലാണെങ്കിൽ പോലും കോൺഗ്രസ് ജയിക്കണമെന്ന് ഇന്നലെ പറഞ്ഞു. പക്ഷേ അതിനോടുള്ള ഈ മകൻ്റെ പ്രതികരണത്തിൽ ദുഃഖം തോന്നി. മകനെ കുറിച്ചുള്ള ചർച്ച ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നലെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാണ്, ക്ലോസ് ചാപ്റ്റർ. അവൻ വേറെ പാർട്ടി, ഞാൻ കോൺഗ്രസ്, BJP, ചർച്ചയില്ല. എല്ലാവരും BJPക്കാരും നോക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കേരളത്തിൽ BJPക്കാർ മാത്രമല്ല, LDFക്കാരും നോക്കണം. 20 സീറ്റ് UDF ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മകൻ BJPയൊക്കെ ചേർന്ന് മാസങ്ങൾക്ക് ശേഷം മീറ്റ് പോകുമ്പോൾ പിന്നെ വീട്ടിൽ രാഷ്ട്രീയം സംസാരിക്കുന്നത്, രാഷ്ട്രീയം സംസാരിക്കുകയോ വേണ്ട, നമുക്ക് വീട്ടുകാര്യങ്ങൾ സംസാരിക്കാം. എൻ്റെ വീട്ടിലെ സ്റ്റാൻഡ് എപ്പോഴുള്ള ഇന്നല്ല, എൻ്റെ കുട്ടിക്കാലത്തെ സ്റ്റാൻഡ് തന്നെയാണ്. പക്ഷേ ശ്രീ കെ ആന്റണിയെ പോലെ ഒരു നേതാവിന് ഈ സംസാരത്തിലും രാഷ്ട്രീയമല്ലേ, അല്ല ജീവിതം തന്നെ രാഷ്ട്രീയമാണ്. പക്ഷെ കുടുംബത്തിൽ രാഷ്ട്രീയം കൂടെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഞാൻ ജനിച്ചു വളർന്നത് എങ്ങനെയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയാണെങ്കിലും മകൻ സംസാരിക്കാറൊക്കെ ഉണ്ടോ? BJP പോയതിന് ശേഷം ഞങ്ങൾ ടെലിഫോണിൽ സംസാരിക്കാറില്ല. വീട്ടിൽ വരുമ്പോൾ സവാലോട് സംസാരിക്കും, ഫോൺ സംഭാഷണം ഇല്ല. ഭാവിയിൽ തിരുത്തുന്നതാണെന്ന് അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ അബദ്ധമാണെന്ന് മനസ്സിലാവുമെന്നൊക്കെ?
ജയിച്ചിട്ട് പോകും എന്നല്ലോ. ഭാവി എന്താവുമെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. പക്ഷെ BJP ആദർശങ്ങൾ ഈ രാജ്യത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് കോൺഗ്രസ് തിരിച്ചു വരും. അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് കൊടുത്തില്ല. അടുത്ത ഇലക്ഷൻ ഇന്ത്യ മുന്നണി വരണം. അല്ലാതെ ഞാൻ അത്യാഗ്രഹിയല്ല, യാഥാർത്ഥ്യ ബോധമുണ്ട്. 1 വർഷം കിട്ടിയാലും വിട്ടുവീഴ്ച ചെയ്ത് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കും. പ്രധാനമന്ത്രി സ്ഥാനം പോലും പ്രധാനമന്ത്രി സ്ഥാനം ഇപ്പോൾ ചർച്ചാ വിഷയമല്ല. അത് ചർച്ച ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിഭൂരിപക്ഷം കിട്ടട്ടെ. രാഹുൽ ഗാന്ധി പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുമോ? രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡൻഷിപ്പ് രാജിവെച്ചതിന് ശേഷം ഞങ്ങൾ നിരന്തരമായി പല പ്രാവശ്യം അദ്ദേഹത്തോട് പ്രസിഡൻഷിപ്പ് ഏറ്റെടുക്കാൻ പറഞ്ഞു. അത് തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായിട്ട് സ്ഥാനം ഏറ്റെടുത്തില്ല. പക്ഷേ അദ്ദേഹമാണ് ഇന്ന് പോർ നയിക്കുന്ന അദ്ദേഹം.